ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഡൈപ്പറിൻ്റെ റിവ്യൂസാണ്. അതായത് 8-9 മാസമായിട്ട് ഞാൻ കുഞ്ഞിന് ക്ലോത്ത് ഡൈപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ക്ലോത്ത് ഡൈപ്പർ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ഇൻസേർട്ടിനെ പറ്റിയും ജസ്റ്റ് വാഷിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഡൈപ്പറിൻ്റെ കളക്ഷൻസ്. ഇത് ഏതൊക്കെ ബ്രാൻഡിൻ്റെ ആണെന്ന് പറയാം. ഇത് 4 സെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വാങ്ങിയപ്പോൾ തന്നെ ഓരോന്നായിട്ടല്ല വാങ്ങിയിട്ടുള്ളത്. ഇത് 4 ഒരു കോംബോ ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ 3 കോംബോയാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഹിലോഫിയുടെ ആണ് കേട്ടോ. അപ്പം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഹിലോഫി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. അതിനകത്ത് തന്നെ റേറ്റ് കിടക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ 699 രൂപയായിരുന്നു ഈ 3 സെറ്റിനും കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കോംബോ ഓഫറായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഡൈപ്പർ ഫ്രീ ആയിട്ടൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡിസൈനിലുള്ള ക്ലോത്ത് ഡൈപ്പേഴ്സ് ഈ സൈറ്റിൽ നിന്നും അവൈലബിൾ ആണ്. 9 മാസമായിട്ട് ഞാൻ യൂസ് ആക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു പ്രോബ്ലംസും ഇല്ല കേട്ടോ. ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇന്നർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇത്രയും നാൾ വാഷ് ചെയ്തിട്ട് യാതൊരു പ്രോഗ്രസ്സും വന്നിട്ടില്ല. കുറേ ഒരു 2 മണിക്കൂറോളം ഇത് നിൽക്കും കേട്ടോ. യൂസ് ചെയ്ത് ഒരു 1.5-2 മണിക്കൂറോളം യൂറിൻ ഇതിൽ നിൽക്കും. ലീക്കേജ് ഒന്നും വരത്തില്ല, യാതൊരു പ്രോബ്ലംസും ഇല്ല. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് കുറച്ചൊരു ബൾജായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഇതിൻ്റെ ഷേപ്പ് വേണ്ട. അപ്പോൾ ഇട്ട് എടുക്കുമ്പോൾ കുറച്ച് ബൾജായിട്ട് നിൽക്കുക. എന്നാലും കുഴപ്പമില്ല. നല്ല റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. പെട്ടെന്ന് പന്നലായി പോകത്തില്ല. 3 മാസം മുതൽ 3 വയസ്സ് വരെ ഇത് ഈ ഒരു ഡൈപ്പർ തന്നെ യൂസ് ആക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ അളവിന് ഇത് ചെറുതാക്കി കൊടുക്കാം. ഈ ബട്ടൺ മേളോട്ട് പിൻ ചെയ്ത് ഇത് സൈസ് കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ ലീക്കേജ് വരാതിരിക്കത്തുള്ളൂ കേട്ടോ. അടുത്ത എൻ്റെ കയ്യിലുള്ളത് സൂപ്പർ ബോട്ടം കേട്ടോ. സൂപ്പർ ബോട്ടത്തിൻ്റെ ക്ലോത്ത് ഡൈപ്പർ. ഇത് സൂപ്പർ ബോട്ടം ബേസിക് ആണ്. സൂപ്പർ ബോട്ടം യൂണിയോ അല്ല. സൂപ്പർ ബോട്ടം ബേസിക് ക്ലോത്ത് ഡൈപ്പറാണ്. സൂപ്പർ ബോട്ടം ബേസിക്കിൻ്റെ 3 ക്ലോത്ത് ഡൈപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. ആദ്യം ഞാൻ ഒരു ക്ലോത്ത് ഡൈപ്പർ മാത്രമായിട്ടാണ് വാങ്ങിയത്. അതിന് ഈ 317 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നതെന്ന്. അതിനുശേഷം 2 ക്ലോത്ത് ഡൈപ്പർ ഒരുമിച്ചിട്ടുള്ള കോംബോ ആയിട്ട് വാങ്ങി. അതിന് 2 എണ്ണത്തിനും കൂടി 499 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബൾജായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. എൻ്റെ ഷേപ്പ് വേണ്ട. ഒത്തിരി അവർക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ബൾജായിട്ട് നിൽക്കത്തില്ലേ. ഈ പാൻറ്റീസിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കും കേട്ടോ. ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം. വേണ്ട, ഇതിൻ്റെ ഇൻസേർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ ഈ 2 ലെയറായിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻസേർട്ട്. ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ മതി. ഒരു ലീക്കേജും വരത്തില്ല. അത് മാത്രമല്ല നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഈ ഒരു ക്ലോത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. ഇതാണ് ഈ ക്ലോത്ത് എന്ന് പറയുന്നത് ടെറി കോട്ടൺ ആണ്. ഇത് ഈ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ക്ലോത്താണ്. എന്നുവെച്ചാൽ ഒരു ഡ്രൈനെസ് ആയിട്ട് തന്നെ യൂറിൻ ഇതിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നനഞ്ഞിട്ടുണ്ടാവത്തില്ല. ഈ ക്ലോത്ത് നനഞ്ഞിട്ടുണ്ടാവത്തില്ല, ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിനും കൂടുതൽ യൂസ് ആക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഇവിടെ നനവറിയത്തില്ലെങ്കിൽ ഇവിടെ നനവറിയാൻ പറ്റും. അപ്പോൾ ഇത് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ, ഒരു 3-4 യൂറിനൊക്കെ ഇത് ഹോൾഡ് ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഓരോരോ
പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ ന്യൂ ബോൺ ബേബീസാണ്, അല്ലെങ്കിൽ 3 മാസം 6 മാസമുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്, അവർ ഓരോ തവണ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ 1, 1.5 വയസ്സ് 2 വയസ്സിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ യൂറിൻ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും കൂടെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. എന്നാലും ഒരു 1.5 മണിക്കൂർ എന്തായാലും നിൽക്കും, 1.5-2 മണിക്കൂറോളം. അപ്പം ഇതിനും സൈസ് കറക്റ്റാക്കി കൊടുക്കാനുള്ള സ്നാപ്പ് ബട്ടൺ ഉണ്ട് കേട്ടോ. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് സൈസ് കറക്റ്റാക്കി കൊടുക്കാം. ഇതും അവർ പറയുന്ന 3 മാസം മുതൽ 3 വയസ്സ് വരെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയാവുന്നുള്ളൂ ഈ 2 വാങ്ങിയിട്ട്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി, ഒരു 8-9 മാസത്തിൽ കൂടുതലായി കേട്ടോ, 10 മാസത്തോളം ആയിട്ടുണ്ട്. പക്ഷേ യാതൊരു പ്രോബ്ലംസും വന്നിട്ടില്ല. കാണിച്ചത് യാതൊരു പ്രോബ്ലംസും ഇല്ല. ഇതിൻ്റെ ഇൻസേർട്ടിന് വേണ്ടേ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇൻസേർട്ടൊന്നും യാതൊരു കേടും വന്നിട്ടില്ല. ഇത് ഇപ്പോഴും ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇൻസേർട്ടൊന്നും പന്നലായി പോയിട്ടില്ല കേട്ടോ. അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് മൈലോയുടെ 3 ക്ലോത്ത് ഡയപ്പർ വാങ്ങിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മൈലോയുടെ ഡയപ്പർ പറയുകയാണെങ്കിൽ അടിപൊളി ഡിസൈനാട്ടോ. അതിൻ്റെ നല്ല കളറാണ്. അവർ ഇട്ടുകൊണ്ട് നടക്കുന്ന തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല ഡിസൈൻ, നല്ലൊരു കളറിൽ നല്ല ഡിസൈനിലൊക്കെയായി വരുന്നത്. മൈലോയുടെ 3 ക്ലോത്ത് ഡയപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. ആദ്യം വാങ്ങിയിട്ടുള്ള ക്ലോത്ത് ഡയപ്പർ ഇതായിരുന്നു. അതിനന്ന് 389 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് കിടക്കുന്നത് 350 രൂപയാണ് കേട്ടോ. രണ്ടാമത് വാങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു 315 റേറ്റിനാണ് കിട്ടിയത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിയത് ഇതായിരുന്നു. അതിന് 339 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇതാണ് മൈലോയുടെ ഡയപ്പർ ഒരെണ്ണം. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ 6-7 മാസമായി. യാതൊരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ സ്നാപ്പ് ബട്ടണൊന്നും പോയിട്ടില്ല. ഇതും അതുപോലെ കേട്ടോ, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇൻസേർട്ട് വരുന്നത് ഉള്ളിലേക്കാണ് വരുന്നത്. ഉള്ളിൽ 2 സ്നാപ്പ് ബട്ടൺ ഇങ്ങനെ ഉണ്ട്. അതിൽ പിൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് യാതൊരു കേടും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇൻസേർട്ടിന്. ഇങ്ങനെയുള്ളൊരു ഇൻസേർട്ട് തന്നെയുള്ളത്. ഈ 2 ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ നാളായിട്ട് ഞാൻ യൂസ് ആക്കുന്നത്. ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ. ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ അകത്തോടാണ് ഇൻസേർട്ട് വെച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. വേണ്ട, ഇതിൻ്റെ അകത്തല്ല ഇൻസേർട്ട് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസേർട്ട് ഉള്ളിലേക്കാണ് വന്നേക്കുന്നത്. എന്താ നേരത്തെ ഞാൻ കാണിച്ചല്ലേ, ഉള്ളിലേക്കാട്ടോ ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്താ ഇങ്ങനെ വരും. എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് ഇൻസേർട്ടോടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വേണ്ടേ, ഓൺലൈനിലൊക്കെ കിട്ടുന്ന ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ബൾജായിട്ട് തോന്നും കേട്ടോ ഇതുകൂടെ വെക്കുമ്പോഴത്തേക്ക്. പക്ഷെ ഇത് എനിക്കിഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ഇൻസേർട്ടൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം കൂടെ ഇത് നിൽക്കും കേട്ടോ. ഈ ഇൻസേർട്ടോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ, കുറച്ച് യൂറിനും കൂടെ അതിൻ്റെ അകത്ത് കുറച്ച് നേരം കൂടെ ഇത് നിൽക്കും. ഒരു 2 മണിക്കൂറോളം ഒക്കെ, 2.25 മണിക്കൂറോളം ഒക്കെ ഇത് നിൽക്കും. ഒത്തിരി ബൾജായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ ഇതെനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒത്തിരി അങ്ങ് ബൾജായിട്ട് തോന്നി. ഇതിൻ്റെ കട്ടി കണ്ടില്ല, ഇത്ര ഇങ്ങനെയുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ ഔട്ടർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം, കുഴപ്പമില്ല. സാധാ ക്ലോത്ത് വാഷ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇൻസേർട്ട് നമ്മൾ മെഷീൻ വാഷാണ് ചെയ്യുന്നതെങ്കിൽ പ്രോബ്ലം ഇല്ല. എന്നാൽ ഹാൻഡ് വാഷാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യണം. ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ വെള്ളം ഇങ്ങനെ വേണം പിഴിഞ്ഞ് കളയാനായിട്ട്. അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ പിഴിഞ്ഞ് കളയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പന്നലാകും, ഇത് ഡാമേജ് ആകും. ഇത് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസേർട്ട് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടൈപ്പ് ഇൻസേർട്ട് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാത്രം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഡാമേജ് ആയിപ്പോയി ഇൻസേർട്ട്. ഇത് 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഇൻസേർട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ തന്നെ അത് കഴുകിയെടുക്കണം കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത്, 2 മണിക്കൂർ കൂടുതൽ നല്ല വെയിലത്തിട്ട് ഇത് ഉണക്കാനായിട്ട് പാടുള്ളതല്ല.
പിന്നെ വാങ്ങിയ ഉടനെ തന്നെ വാഷ് ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. വാഷ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലീക്കേജ് ഇല്ലാതെ ലോങ് ടൈം ഈ ക്ലോത്ത് ഡൈപ്പർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസേർട്ടിന് ഡാമേജ് ആയി പോകാനും ലീക്കേജ് ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഡൈപ്പർ കുഞ്ഞിന് ഉപയോഗിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അതിനെപ്പറ്റി പറയാനുള്ള എക്സ്പീരിയൻസിങ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തേക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.